ഇപ്പോൾ വരുന്ന ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക്. ആകാശവാണി വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ജനശ്രദ്ധ നേടിയ അവതാരകനാണ് അങ്ങനെ വിട പറയുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. മാർഷൽ, വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ശൈലി കൊണ്ടും അവതരണ രീതി കൊണ്ടും ഒരുപാട് ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് വിട പറയുന്നത്. രാമചന്ദ്രൻ്റെ ജീവിതരേഖ സംബന്ധിച്ചും മരണം സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ. പ്രജീഷ്, ഒരുപക്ഷെ മലയാളിക്ക് ഏറെ സുപരിചിതമായ ശബ്ദമാണ് എം രാമചന്ദ്രൻ്റേത്. പ്രത്യേകിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കൗതുക വാർത്തകൾ. അപ്പോൾ ആ കൗതുക വാർത്തകളിലൂടെയായിരുന്നു എം രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ കൂടുതൽ മലയാളിക്ക് സുപരിചിതനാകുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം ആകാശവാണിയിൽ അദ്ദേഹം ജോലിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം KCBയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മീഡിയയുമായിട്ടോ അല്ലെങ്കിൽ ജേർണലിസമായിട്ടോ ഒന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. അതേസമയം അദ്ദേഹം പഠിക്കുന്ന കാലയളവിൽ ഗുപ്തനാർ സാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു വാർത്താവതരണ മത്സരം സംഘടിപ്പിക്കുകയും അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും അതിൽ കിട്ടിയിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് തിരിയുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മലയാളിക്ക് അതുവരെ കേട്ട് ശീലിച്ച ഒരു വാർത്താവതരണ രീതിയായിരുന്നില്ല രാമചന്ദ്രൻ സാറിൻ്റേത്. കാരണം അദ്ദേഹം വളരെ ലളിതമായി തന്നെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പാർട്ട് ടൈം റീഡറായിട്ടാണ് ആകാശവാണി തുടങ്ങുന്നത്. അങ്ങനെ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അദ്ദേഹം തുടരുന്നിടയിൽ അദ്ദേഹം സ്ഥിരപ്പെട്ടു. അതിൽ നിന്ന് നേരെ കോഴിക്കോടേക്കാണ് അദ്ദേഹം പോയത്. അവിടെ കോഴിക്കോട് വാർത്ത ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ നിന്ന് വാർത്താ സംപ്രേഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് മറ്റു രീതികളിലുള്ള വാർത്താവതരണ രീതികൾ കൊണ്ടുവരണമെന്ന് ഉള്ള നിർദ്ദേശം വെച്ചു. അങ്ങനെ കോഴിക്കോട് നിന്ന് ആകാശവാണിയിൽ നിന്നും വാർത്താവതരണം ആരംഭിക്കുന്നത് രാമചന്ദ്രൻ സാറാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മലയാളിക്ക് റേഡിയോയിലൂടെ സുപരിചിതമായിട്ടുള്ള ശബ്ദ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു എം രാമചന്ദ്രൻ. ഒരിക്കൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനം, ആകാശവാണിയിൽ വാർത്ത വായിക്കുന്ന സമയത്ത് ദുരന്തങ്ങൾ വായിക്കേണ്ടി വരുന്നു. ആ സമയത്ത് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയുന്നില്ല. കാരണം അദ്ദേഹം വളരെ പെട്ടെന്ന് ലളിതവും സരസവുമായ രീതിയിലേക്ക് കാരണം കൗതുക വാർത്ത മലയാളികളെ സംബന്ധിച്ചോളം വലിയ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു 90കളിലൊക്കെ സമ്മാനിച്ചതും. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അന്ന് പങ്കുവെച്ചത് മാതൃഭൂമി ന്യൂസിൻ്റെ ഈ വഴിത്താരയിലൂടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി പ്രേക്ഷകരിലേക്ക് ഈ നിമിഷം എത്തിക്കുകയാണ്. വലിയൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന് നല്ല പരസ്യം രാജ്യം മുഴുക്കെ അറിഞ്ഞു. രാജ്യത്തിന് പുറത്തുള്ള ലോകത്തുള്ള മലയാളികളെല്ലാം അറിഞ്ഞു. അതിന് നല്ല അംഗീകാരമുണ്ട്. എല്ലാവരും അറിഞ്ഞു. പക്ഷെ കുറച്ച് വളരെ നിസ്സാരമായ കാര്യങ്ങളുണ്ട്. ചെറിയ അനക്ഡോട്ട്സ്, ചെറിയ സംഭവങ്ങൾ. അതൊരു ചെറിയ ഒരു ഗ്രാമത്തിലോ ഇല്ലെങ്കിൽ അതിലും ചെറിയ ഒരു ഏരിയയിലോ മാത്രം നടക്കുന്ന ഒരു കാര്യം. അതേ സമയത്ത് ഒരു മാനുഷിക അംശമുള്ള വാർത്ത, ഹ്യൂമൻ എലിമെൻറ്റ് അതിനകത്ത് ഉണ്ടാവണം. അങ്ങനെയുള്ള വാർത്തകൾ ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തുണ്ട്, രാജ്യത്തിന് പുറത്തുമുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾക്ക് നമുക്കൊരു പ്രൊജക്ഷൻ കൊടുക്കണം എന്നുള്ള ഐഡിയ ഇയാളുടെ തലയിലാണ്, ഈ പുരുഷോത്തം ലാൽ കൗശികിൻ്റെ തലയിലാണ് വിളഞ്ഞത്. അത് അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നടപ്പാക്കി. ഓൾ ഓവർ ഇന്ത്യ ഒറ്റ ബുള്ളറ്റിൻ. അങ്ങേരെ അതിന് പേരിട്ടത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ബുള്ളറ്റിൻ എന്നാണ്. ഒരു മാനുഷിക അംശമുള്ള ചെറിയ സംഭവങ്ങൾ, വളരെ ചെറുത് മതി, ചെറിയ സംഭവങ്ങൾ മതി. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു. ഒരു കല്യാണ വീട്ടിൽ വരൻ്റെയും വധുവിൻ്റെയും ആൾക്കാർ കൂടി. എത്ര ഒരു 10, 500, 1000 ആളുകളെ അവിടെ കൂടുന്നുള്ളൂ. വളരെ ചെറിയ ഫംഗ്ഷനാണ്. അതിനകത്ത് ഒരു ചെറിയ ഒരു സംഘടന വന്നുകൊണ്ടിരിക്കട്ടെ. വരൻ്റെയും വധുവിൻ്റെയും ആൾക്കാർ തമ്മിൽ ചെറിയ ഒരു സംഘർഷം, ചെറിയ വാക്കേറ്റത്തിൽ തുടങ്ങി അതൊരു കൂട്ടയടിയായി. അതൊരു കൂട്ടയടിയായിട്ട് അങ്ങ് വികസിച്ചു. നല്ല വാർത്തയല്ലേ? നമുക്ക് നല്ല വാർത്തയാണ്. നല്ല ഒരു കളർഫുള്ളായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സംഗതി. അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയൊന്നും നമ്മൾ നോക്കുന്നില്ല.